Hi friends, everyone Lal Brothers Millage Swagana. Upon Namaka in the Mudal NEET in the series and start. Previous question paper workout start. Previous question paper workout Matrola. Maximum kituna Stalatana maximum kituna questions. Okay, Napa chemistry, chemistry, physics and chain maximum kituna questions, sample questions, so a site lay array kituna questions. Any kituna maximum questions in the workout. Okay, daily at least minimum or video in the answer. Okay, but daily videos upload here. Upon need to work maximum friends na kai choduka or can useful. Okay. But this video is മാത്രം കണ്ടിട്ട് പോയി നീറ്റ് എഴുതണം നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാം എന്ന് ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ പഠിക്കുന്ന നീറ്റ് റിപ്പീറ്റേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പം പഠിക്കുന്ന പിള്ളേരായിരിക്കും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നിട്ട് നിങ്ങൾ വർക്കൗട്ടിംഗ് വേണ്ടി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ ഫുൾ നിങ്ങൾക്ക് എന്താണ് ഫുൾ ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്ത് തരാം വർക്കൗട്ട് ചെയ്ത് തരാം ഓക്കെ പ്രീവിയസ് ഇയർ നീറ്റിന് വന്ന ക്വസ്റ്റ്യൻസും പിന്നെ ബാക്കി ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ഇങ്ങനെ നീറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാം വർക്കൗട്ട് ചെയ്ത് തരാം ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് 2019 നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്കറിയാം കെമിസ്ട്രി നമ്മൾ 45 ക്വസ്റ്റ്യൻസേ കാണുള്ളൂ അപ്പോൾ 10 ക്വസ്റ്റ്യൻ വരെ വർക്കൗട്ട് ചെയ്യാൻ 450 ക്വസ്റ്റ്യൻസ് കിട്ടും ഓക്കെ അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസിനെ വർക്കൗട്ട് ചെയ്യാം ഇപ്പോൾ 2019 നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും വർക്കൗട്ട് ചെയ്ത് തരാം കേട്ടോ നിങ്ങൾ മാക്സിമം സ്പീഡ് അപ്പ് ചെയ്യണം കേട്ടോ നിങ്ങൾ സ്പീഡ് കൂട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നീറ്റൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ സ്പീഡ് വേണം കേട്ടോ കുറച്ചും കൂടെയൊക്കെ നല്ല സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിക്കണം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഏത് സെറ്റ് ഇത് കോഡ് സെക്കൻഡ് P2 ആണെന്ന് തോന്നുന്നു ഓക്കെ എന്തോ ആയിക്കോട്ടെ അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ ബോർഡിൽ കാണാമല്ലോ നമുക്ക് അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻ അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും ഐസോതെർമൽ അതൊക്കെ എപ്പോഴും മൈൻഡിൽ പറഞ്ഞു ഐസോതെർമൽ കണ്ടീഷൻ against a gas at 300 Kelvin expands from 0.1 liter to 0.25 liter okay 0.1 ലിറ്ററിൽ നിന്നും 0.25 ലിറ്ററിലോട്ട് ഒരു ഗ്യാസ് എന്തായടാ എക്സ്പാൻഡ് ആയി എത്രയാ ടെമ്പറേച്ചർ എത്രയാ 300 കെൽവിൻ ഓക്കെ against a constant external pressure അപ്പോൾ അവിടുത്തെ external pressure P external എത്രയാണ് 2 bar ബാറിൽ അപ്പം നമുക്ക് ബാറിൽ ചെയ്താൽ മതി 2 bar ഓക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ദ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ഓക്കെ നമുക്ക് എന്താണ് അവിടുത്തെ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ആ കണ്ടുപിടിക്കേണ്ട ഓക്കെ അവിടെ ഒരു ഗിവൺ ദാറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 ലിറ്റർ ബാർ എന്ന് പറഞ്ഞാൽ 100 ജൂള നമുക്ക് പിന്നെ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാം 1 ലിറ്റർ ബാർ എന്ന് പറഞ്ഞാൽ 100 ജൂൾ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുക്കണം കേട്ടോ 1 ലിറ്റർ ബാർ എന്ന് പറഞ്ഞാൽ 100 ജൂള ഓക്കെ സിമ്പിൾ ആയിട്ട് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ട ഐസോതെർമൽ കണ്ടീഷനില്ല ഓക്കെ വർക്ക് ഡൺ ഏതാണ്ട വർക്ക് ഡൺ ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ അല്ലെങ്കിൽ V2 മൈനസ് V1 അത് നമുക്ക് എങ്ങനെ വേണം എടുക്കാം ഒന്നെങ്കിൽ വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ ഓക്കെ ആക്ച്വലി നമ്മൾ പഠിച്ച ഫോർമുല ഇങ്ങനെയാണ് അല്ലേ മൈനസ് ഡബ്ല്യു ഈക്വൽ ടു ഇങ്ങനെ നമ്മൾ അതിനെ ഇങ്ങനെ എടുത്തു ഓക്കെ എത്രയാണ് എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പി എക്സ്റ്റേണൽ എത്രയാ 2 മൈനസ് ഓക്കെ -2 V2 എത്രയാണ്ടാ ഇതിനെ V2 ആയിട്ട് എടുത്തു ഇതിനെ ആരായിട്ട് എടുത്തോടാ V1 ഓക്കെ 0.25 മൈനസ് 0.1 0.25 നിന്ന് 0.1 കുറയ്ക്കുമ്പോൾ 0.15 അല്ലേ അപ്പോൾ 2 into 0.15 ഓക്കെ മൈനസ് ഉണ്ട് വെളിയിൽ -2 into 0.15 ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയ ആൻസർ -0.30 അല്ലേ അപ്പോൾ നമ്മൾ യൂണിറ്റ് എന്തായിരിക്കും അവിടെ കിട്ടുന്നത് നിങ്ങളെ ക്വസ്റ്റ്യനിൽ നമുക്ക് അവിടെ തന്നിട്ടുള്ള വോളിയം ലിറ്ററിൽ ഓക്കെ പ്രഷർ ബാറിൽ അപ്പോൾ നമുക്ക് ബാർ ലിറ്റർ എന്ന് കിട്ടും യൂണിറ്റ് ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ദ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ഓപ്ഷൻ ശ്രദ്ധിക്കുക ഓപ്ഷൻ എല്ലാം ജൂളിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഈ ബാർ ലിറ്ററിനെ നമുക്ക് എന്താക്കണം 1 ലിറ്റർ അല്ലെങ്കിൽ 1 ബാർ ലിറ്റർ എന്ന് പറഞ്ഞാൽ 100 ജൂളാണ് അപ്പോൾ നമുക്ക് കിട്ടിയ 0.30 അല്ലേ മൈനസ് അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ചെയ്യുക മൈനസ് 0.30 ഇൻറ്റു 100 ചെയ്യുക 100 ജൂൾ അപ്പോൾ എന്താ കിട്ടുന്നത് 30 ജൂൾ എന്ന് കിട്ടും മൈനസ് ഉണ്ടേ -30 ജൂൾ ആണ് ഇവിടെ നെഗറ്റീവ് ഇല്ലേ അപ്പോൾ ആൻസർ -30 ജൂൾ ഓപ്ഷൻ ഉണ്ടോ നോക്കടാ ഓപ്ഷൻ 1 is the right answer okay ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ 1 ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ പിടി കിട്ടിയോ ക്ലിയർ അല്ലേ സിമ്പിൾ അല്ലേ അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ ഇവിടെ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1 ലിറ്റർ ബാറിന് 100 ജൂൾ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക 1 ലിറ്റർ ബാറിന് എത്രയാണ് 100 ജൂൾ ആണ് ഓക്കെ നമുക്ക് 0.30 ബാർ -0.30 ബാർ ലിറ്റർ അല്ലെങ്കിൽ ലിറ്റർ ബാർ കണ്ടുപിടിക്കേണ്ട അതിനെന്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇറ്റ് ഈസ് ക്ലിയർ സിമ്പിൾ അല്ലേ അപ്പോൾ ഈ ഫോർമുല ജസ്റ്റ് നോക്കി നോക്കിയാ കേട്ടോ for an isothermal irreversible change in the formula ആണ് ഇത് ഓക്കെ
കാരണം അവിടെ പിന്നെ പ്രഷറൊക്കെ തന്നിട്ടുള്ള ഈ ഫോർമുല, ലിറ്റർ മോളിൽ തന്നിട്ടുള്ള ഈ ഫോർമുല തന്നെയാണ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മറ്റ് ഫോർമുലസ് 2.303 RT log V2/V1 അല്ലെങ്കിൽ P1/P2 ആ ഫോർമുല അപ്ലൈ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഫോർമുല തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. The question: a compound is formed by the cation C and anion A. Okay, cation C, anion A. The anions form hexagonal close packed HCP lattice and cation occupies 75% of octahedral void. The formula of the compound is ആ കോമ്പൗണ്ടിന്റെ ഫോർമുല. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് നമ്മൾ ചുമ്മാ ഒരു കാര്യം. ഇപ്പോൾ NaCl, ഇതിൽ സോഡിയം എന്ന് പറയുമ്പോൾ ആറാടാ. ഇപ്പോൾ Na+ ആകുമ്പോൾ ഇറ്റ് ഈസ് കാറ്റയോൺ. ക്ലോറിൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി Cl- അല്ല, ഇറ്റ് ഈസ് ആനയോൺ. അപ്പോൾ ഒരു കോമ്പൗണ്ട് നമ്മൾ എഴുതുമ്പോൾ ആദ്യം കേറ്റിയോൺ എഴുതും, ജനറലി സെക്കൻഡ് ആനയോൺ എഴുതും. എക്സെപ്ഷൻ കേസ് നമുക്കറിയാം. ആരിലെ എക്സെപ്ഷൻ കേസ് ഉള്ള ആരില്ല. നമ്മൾ അസിറ്റിക് ആസിഡ് എഴുതുമ്പോൾ തിരിച്ചാ ആനോൺ പാട്ട് ആദ്യം എഴുതുന്നത്, കാറ്റോൺ പാട്ട് രണ്ടാം എഴുതുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടി അസിറ്റിക് ആസിഡ് നമ്മളിപ്പോൾ HAC എന്ന് എഴുതും. അപ്പോൾ കാറ്റോൺ പാട്ട് ആദ്യം വരും, ആനോൺ പാട്ട് രണ്ടാമത് വരും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ജനറലി എപ്പോഴും നമ്മൾ എന്ത് ചെയ്തും, കാറ്റോൺ പാട്ട് ആദ്യം, ആനോൺ പാട്ട് രണ്ടാമത് എഴുതുക. അപ്പോൾ അത് ആദ്യം എഴുതേ പോലെ എഴുതുക. അപ്പോൾ ആദ്യം ആരാണ്? Ca. സിമ്പിൾ ആയിട്ടാണ് പഠിക്കുന്നത്. ഈ ഇത് കണ്ടുപിടിക്കാനുള്ള ഇതിനേക്കാളും സിമ്പിൾ മെത്തേഡ് നിങ്ങൾക്ക് കിട്ടത്തില്ല. Ca. നീ കുറച്ച് സ്ഥലം കൊടുത്ത് എഴുതുക കേട്ടോ. Ca. ക്വസ്റ്റ്യൻ തന്നിക്കുന്നതൊക്കെ എടുത്ത് എഴുതുക. C എന്ന് പറഞ്ഞ കാറ്റോൺ, A എന്ന് പറഞ്ഞ ആനയോൺ. ദ ആനയോൺ ഫോംസ് HCP. A ആണ് ആനയോൺ. ആനയോൺ HCP-യിലായിരിക്കുന്നത്. ഓക്കെ, ആനയോൺ HCP. കാറ്റോൺ C എവിടെ നോക്കിയേ? ആനയോൺ HCP. കാറ്റോൺ C എവിടെ ഇരിക്കുന്നത് നോക്കിയേ? ആൻഡ് കാറ്റോൺ ഓക്കുപ്പൈ താഴെ എഴുതുന്നു കേട്ടോ. 75% ഓഫ് ഏതാണ്? ഒക്ടാഹൈഡ്രൽ വോയിഡ്. 75% ഓഫ് ഒക്ടാഹൈഡ്രൽ വോയിഡ്. അഗൈൻ Ca. നമുക്കറിയാം HCP-യിൽ എത്രയാ നമ്പർ ഓഫ് ആറ്റംസ്? എത്രയാ? 6. HCP-യിൽ നമ്പർ ഓഫ് ആറ്റംസ് 6. അറിഞ്ഞൂടെ? സിംപിൾ ക്യൂബിക് ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് 1. ബോഡി സെന്റർഡ് BCC ആണെങ്കിൽ 2. FCC ആണെങ്കിൽ 4. HCP ആണെങ്കിൽ 6. ചില ആൾക്കാർ HCP 4 എടുത്ത് ചേരുണ്ട്. ആൻസർ കറക്റ്റ്, പക്ഷേ HCP കറക്റ്റ് എന്ത് ചെയ്യുക? 6 നമ്പർ ഓഫ് ആറ്റംസ് എന്ന് തന്നെ പഠിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ A6. അപ്പോൾ HCP-യുടെ ഇനി വേറൊരു കേസ്. അപ്പം A എത്ര ഉണ്ടെന്ന് മനസ്സിലായി? 6 ഉണ്ടെന്ന് പറഞ്ഞു. C എന്ന് പറഞ്ഞ എന്താണ്ട? അതിലെ ഒക്ടാഹൈഡ്രൽ വോയിഡിന്റെ 75% എന്നാ പറഞ്ഞത്. ഒക്ടാഹൈഡ്രൽ വോയിഡിന്റെയും 75%. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞുതരാം. എന്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ നമ്പർ ഓഫ് ആറ്റംസ് N എന്ന് പറഞ്ഞ 10 ആണെങ്കിൽ ഒക്ടാഹൈഡ്രൽ വോയിഡും 10 തന്നെ ആയിരിക്കും. ഇപ്പൊ ക്യാപിറ്റൽ തന്നെ എടുക്കാം. പക്ഷെ ടെട്രാഹൈഡ്രൽ വോയിഡ് എന്തായിരിക്കും? 20 ആയിരിക്കും. നമ്മൾ ഫോർമുല പഠിച്ചിട്ടില്ലേ? ഒക്ടാഹൈഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ N-ഉം ടെട്രാഹൈഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ 2N-ഉം. എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും തന്നെ ഒക്ടാഹൈഡ്രൽ വോയിഡും അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എന്തും കാണും? ടെട്രാഹൈഡ്രൽ വോയിഡും കാണുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിടികിട്ടിയല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6. അപ്പൊ ഒക്ടാഹൈഡ്രൽ വോയിഡ് എന്ത് തന്നെയായിരിക്കും? 6. ടെട്രാഹൈഡ്രൽ മൾട്ടിപ്പിൾ. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് HCP 6 ആയതുകൊണ്ട് ഈ 75% തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, അത് കളയുക. അപ്പൊ ഒക്ടാഹൈഡ്രൽ വോയിഡ് C ഒക്ടാഹൈഡ്രലാണ് ഇരിക്കുന്നത് വിചാരിക്കുക. അപ്പം 6 ആറ്റം ഉണ്ടെങ്കിൽ 6 എന്തും കാണും? ഒക്ടാഹൈഡ്രൽ വോയിഡും കാണും. പക്ഷെ ഇത് ഒക്ടാഹൈഡ്രൽ വോയിഡ് എന്നല്ല, പിന്നെന്താ? 75% ഓഫ് ഒക്ടാഹൈഡ്രൽ വോയിഡാ. അപ്പൊ ഈ ഒക്ടാഹൈഡ്രൽ 6ന്റെ 75% ആരാ? 75/100. ഓക്കെ, അതിപ്പം 60% ആണെങ്കിൽ 60/100 കൊടുക്കുക. ഈ ടോട്ടൽ 6 ഒക്ടാഹൈഡ്രൽ വോയിഡ് ഉണ്ട്. പക്ഷെ C എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്ന? ആ 6 ഒക്ടാഹൈഡ്രൽ വോയിഡിന്റെ 75% മാത്രമേ ആരിയ്ക്കുന്നുള്ളൂ? C എന്ന് പറഞ്ഞ ആറ്റം സിറ്റുവേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം 6 ഒക്ടാഹൈഡ്രൽ വോയിഡിന്റെ 75% എന്ന് പറയുമ്പോൾ വെട്ടി ചെയ്യാൻ വേണ്ടി ഇട്ടൂടാ. 75/100 എന്ന് പറഞ്ഞാൽ 3/4. അപ്പൊ 3/4 into 6, that is A6. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 2, 3. അപ്പൊ ഇതങ്ങ് കുറച്ച് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഇത് ക്യാൻസൽ 2, 3. അപ്പൊ 3, 3, 9, 9/2. AC 9/2, A6 കിട്ടി. നമുക്ക് ഫ്രാക്ഷൻ മാറണം, അതുകൊണ്ട് ഈ രണ്ടിടത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ 2 മൾട്ടിപ്ലൈ. അപ്പൊ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആയപ്പോൾ C9 എന്നായി, A12 ആയി. C9ഉം A എന്തും ആയി? 12 ആയി. ഇനി എപ്പോഴും നമ്മൾ റേഷ്യോ, സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കുന്നത്, നമുക്ക് ടോട്ടൽ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ? C3ഉം
A4 ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെയും 3 ഡിവൈഡ് ചെയ്തു, ഇവിടെയും 3 ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? C3A4. ഓപ്ഷൻ ഉണ്ടോ നോക്കടാ. C3A4 ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. പിടികിട്ടിയോ? സിമ്പിൾ അല്ലേ, വേറെ ഒരു ടെക്നിക്കലും പോകണ്ട. ദിസ് ഇസ് ദ റൈറ്റ് മെത്തേഡ്. എനി ഡൗട്ട്? സിമ്പിൾ അല്ലേ, ഇങ്ങനെ എഴുതി പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് 60% എങ്കിൽ 60/100 കൊടുക്കുക. മനസ്സിലായി? സപ്പോസ് ഈ ക്വസ്റ്റ്യൻ ഒക്ടയ്ക്ക് പകരം ടെട്ര ആയിരുന്നെങ്കിൽ ഇവിടെ 6 അല്ല വരേണ്ടത്. നമ്പർ ഓഫ് ആറ്റം 6 ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും? 12 വരും. ക്ലിയർ ആയല്ലോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻ സിമ്പിളാണ്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കെമിസ്ട്രി ഒരുവിധം സിമ്പിൾ ക്വസ്റ്റ്യൻസ് കിട്ടും. ഫിസിക്സ് ആണ് നിങ്ങളെ പഠിക്കുന്നത്. ബയോളജി എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബയോളജി നിങ്ങൾക്ക് 90 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു 85 നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നന്നായി എടുക്കട്ടെ, എല്ലാം കിട്ടും. കെമിസ്ട്രി നിങ്ങൾക്ക് 45-40 സിമ്പിളായിട്ട് കിട്ടും. ഒരു 5 എണ്ണം വലിയ ട്രിക്ക്. പക്ഷെ ഫിസിക്സ് ആണ് നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞ ഏതാണ്ടാ ഫിസിക്സ്. അപ്പോൾ നന്നായിട്ട് ഫിസിക്സ് അരച്ച് കലക്കി തന്നെ പഠിക്കണം. കാരണം നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എവിടെ കിട്ടും? നമുക്ക് ഫിസിക്സിൽ കിട്ടും. ഓക്കെ, കാരണം ഫിസിക്സ് ആണല്ലോ നീറ്റ് എന്ന് പറയുമ്പോൾ. ഇത്തിരി ടഫ് പോർഷൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഫിസിക്സ് ആണ്. ഓഫ്കോഴ്സ് കെമിസ്ട്രിയും ബയോളജി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫിസിക്സ് നല്ല എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇന്ന് എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. അല്ല, ഇത് നിങ്ങൾക്ക് സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിരുന്നേ ഉള്ളൂ. ഓക്കെ, അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണുക. അറിയാത്തവർ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പഠിക്കുക. ഓക്കെ, ഈ മോഡൽ ചോദിക്കും കേട്ടോ. സാധാരണ ഈ മോഡൽ തന്നെ ഇപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു മോഡലാണ് കണ്ടുവരുന്നത്. ഈ മോഡലും പിന്നെ നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസിയുടെ അകത്തൊരു റിലേഷൻ ഉണ്ടല്ലോ, A=2√2r√3/4 നമ്മൾ എഡ്ജ് ലെങ്തും റേഡിയസും റിലേഷൻ. ആ റിലേഷൻ വെച്ചുള്ള പ്രോബ്ലം സാധാരണ കോമൺ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ കണ്ടുവരുന്നത്, പ്രോബ്ലം വൈസിൽ കണ്ടുവരുന്നു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, നല്ല ക്വസ്റ്റ്യൻ, ചെറിയൊരു ട്രിക്കി ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബോർഡിൽ നോക്കിക്കോടാ. pH of a saturated solution of calcium hydroxide is 9 ആയിക്കോട്ടെ. The solubility product KSP of calcium hydroxide is നമ്മൾ കണ്ടുപിടിക്കുന്ന solubility product. ക്വസ്റ്റ്യൻ പറഞ്ഞുള്ള pH. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, what is pH? It is the negative logarithm of H+ ion concentration. H+ ion കോൺസെൻട്രേഷന്റെ നെഗറ്റീവ് ലോഗരിതം ആണ് pH. നിങ്ങൾക്കൊരു കാര്യം അറിയാം, pH plus POH എപ്പോഴും 14 ആയിരിക്കും. നമ്മൾ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് സീംസ് ടു ബി എ ബേസിക് അയോൺ, വിച്ച് മീൻസ് ഇവനെ നിങ്ങൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് H+ അയോൺ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. പകരം ഏത് അയോൺ ഇവൻ തരത്തുള്ളൂ? Ca2+ഉം OH- തരുള്ളൂ. അതുകൊണ്ട് ഇവിടെ pH നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ എടുക്കേണ്ടത് POH. നിങ്ങൾക്കറിയാം pH എത്ര തന്നിട്ടുണ്ട്? 9 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ POH എത്രയാടാ? POH = 14 - 9. അപ്പൊ എത്ര? 5. pH ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സാക്ട്ലി എന്താ കണ്ടുപിടിക്കേണ്ട? POH. അപ്പൊ POH നിങ്ങൾക്ക് എത്രയാണ് കിട്ടി? 5 എന്ന് കിട്ടി. അത് അവിടെ ഇരിക്കട്ടെ. ഇനി what is POH? pH നെഗറ്റീവ് ലോഗ് H+ അയോൺ കോൺസെൻട്രേഷൻ. what is POH? POH = നെഗറ്റീവ് ലോഗരിതം ഓഫ് OH- അയോൺ കോൺസെൻട്രേഷൻ. ക്ലിയർ ആയോ? ആന്റി ലോഗ് എടുത്താണ്. ഇനി എനിക്ക് എവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് POH തന്നിട്ടുണ്ട്. എത്രയാ? 5. POH 5 ആണ്. അപ്പൊ നെഗറ്റീവ് ലോഗ് OH- കോൺസെൻട്രേഷൻ 5 ആണ്. ഓക്കെ, POH 5 അല്ലേ? എങ്കിൽ അവിടെ നിങ്ങൾക്ക് OH-ന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. KSP കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് OH-ന്റെ കോൺസെൻട്രേഷൻ വേണം. എന്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞുതരാം. ആന്റി ലോഗ് എടുത്ത് ചെയ്യണം. നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. സിമ്പിളായിട്ട് പറഞ്ഞത്. ഇനി ലോജിക്ക നമുക്കറിയാം, ഏതോ ഒരു ക്വാണ്ടിറ്റിയുടെ ലോഗരിതമിക് എടുത്തപ്പം 5 കിട്ടിയെങ്കിൽ ആ ക്വാണ്ടിറ്റി അതായിരിക്കും നെഗറ്റീവ് ലോഗ് 10⁻⁻5 അല്ലേ? എന്തുകൊണ്ട് 5? കാരണം നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി അറിയാം, ലോഗിന്റെ മണ്ടയിൽ ഏതെങ്കിലും ടേം വന്നാൽ ആ ടേമിന് നേരെടുത്ത് ഫ്രണ്ടിൽ അറിയാം. നെഗറ്റീവ് ലോഗ് 10⁻5 എന്ന് ആക്ച്വലി ആരാണ്? ഈ -5 നേരെ ഫ്രണ്ട് -5 log 10. log 10 1 ആണ്. ഇതും പ്ലസ്. അപ്പൊ ആൻസർ എന്തായി കിട്ടി? 5 കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ വരേണ്ട ഈ OH- എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആരാണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് 10⁻⁻5. പിടി കിട്ടിയോ? അപ്പൊ ഈ OH- കോൺസെൻട്രേഷൻ എന്ന് ആരാണ്? 10⁻⁻5. ജസ്റ്റ് ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെ കിട്ടും. ഓക്കെ, അപ്പം OH- കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇറ്റ് ഈസ് 10⁻⁻5. ഇവിടെ കാരണം ഇവിടെ 10⁻⁻5 ഒന്നാലേ ഇവനെടുത്ത് നേരെ ഫ്രണ്ട് ഇടുമ്പോൾ log 10 1 ആയതുകൊണ്ട്
ആൻസർ കറക്റ്റ് 5 കിട്ടി. കിട്ടിയിട്ടല്ലോ. അപ്പൊ ആരാണ് OH മൈനസ് അയൺ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 10⁻⁻⁵. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പം തൽക്കാലം കിട്ടിയത് OH മൈനസ് അയണിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചു. എത്രയാണ്? 10⁻⁵. അത് അവിടെ എടുത്ത് എഴുതി. ആരുടെ കോൺസെൻട്രേഷനാ? OH മൈനസ് അയോണിന്റെ കോൺസെൻട്രേഷൻ 10⁻⁻5 എന്ന് കിട്ടി. ആ കാൽസ്യം ഹൈഡ്രോക്സൈഡിലെ OH മൈനസ് അയോണിന്റെ കോൺസെൻട്രേഷൻ ആണ് നിങ്ങൾക്ക് എന്ന് കിട്ടിയത് 10⁻⁻5 എന്ന് കിട്ടിയത്. അവിടെ ഇരിക്കട്ടെ, പറഞ്ഞുതരാം എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ തൽക്കാലം നിങ്ങൾക്ക് അത് കിട്ടി. ഇനി നമുക്ക് ഇതിനൊരു സ്പ്ലിറ്റിംഗ് ഇതിന്റെ ഒരു അയണൈസേഷൻ ഇക്വേഷൻ പറഞ്ഞാ എങ്ങനെയാണ്? Ca2+ 2OH-. ഇത് എഴുതാൻ എല്ലാവർക്കും അറിയാം. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരല്ലേ എൻ്റെ അയോണും സെയിമും ഇങ്ങനെയായി മാറും. സോളിബിലിറ്റി പ്രോഡക്റ്റിന്റെ റിലേഷൻ നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഒരു അയോണല്ലേ ഉള്ളൂ, അതുകൊണ്ട് യെസ്. സോളിബിലിറ്റി രണ്ടും സെയിം. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 2, അപ്പൊ 2s. നിങ്ങൾക്ക് KSPയുടെ റിലേഷൻ എപ്പോഴും അറിയാമോ? എന്താ സോളിബിലിറ്റി പ്രോഡക്റ്റ് എന്ന? KSP = ഇവിടെ എത്ര കാൽസ്യം ഉണ്ടാ? ഒരാളായോണ്ട് യെസ് എന്ന് കൊടുക്കും. ഇൻറ്റു ഇവിടെ എത്ര ആക്ച്വലി ഇവിടെ ഇത് എഴുതാൻ അറിഞ്ഞൂടെങ്കിലും പേടിക്കണ്ട, ഇവിടെ വെച്ച് തന്നെ പിടിക്കാം. ഇവിടെ എത്ര കാൽസ്യം ഉണ്ട്? ഒരാൾ, അതുകൊണ്ട് എസ് എന്ന് കൊടുത്തു. ഇവിടെ എത്ര OH ഉണ്ട്? 2, അതുകൊണ്ട് 2s². എസ് എന്ന് പറഞ്ഞ സോളിബിലിറ്റി, KSP സോളിബിലിറ്റി പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ 2 ആൾക്കാർ ഉള്ളതുകൊണ്ട് 2s². ഇവിടെ 3 ആയിരുന്നുവെങ്കിൽ 3s³. ഇവിടെ എത്ര വരുന്നു അത്രയും ടൈംസ് സോളിബിലിറ്റി ഇൻറ്റു അതിന്റെ പവർ. ഇവിടെ 4 ആയിരുന്നുവെങ്കിൽ 4s⁴ എന്ന് എഴുതുക. പിടിയോ? അപ്പൊ എന്താണ് 2s²? അപ്പൊ KSPയുടെ റിലേഷൻ ആരാണ്ടാ? KSP = 4s². അപ്പൊ എന്താണ് 4s³ എന്ന് കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ സോളിബിലിറ്റി പ്രോഡക്റ്റും സോളിബിലിറ്റി തമ്മിലുള്ള റിലേഷൻ 4s³ ആണ്. ഇനി അവിടെ ഇരിക്കട്ടെ. എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡിലെ OH മൈനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് OH മൈനസിന്റെ കോൺസ്റ്റന്റ് 10⁻⁻⁵. ഈ 10⁻⁻⁵ ആരാണ്? 2s ആണ്. കാരണം OH മൈനസിന്റെ സോളിബിലിറ്റി എത്രയാണ്? 2s. അപ്പൊ 2s ആണ് ആരടാ? 10⁻⁵. അപ്പൊ അവിടുന്ന് എസ് എന്ന് പറഞ്ഞ ആരടാ? 10⁻⁵/2. ഇതാണ് ഇവിടുത്തെ റാങ്ക് മേക്കിംഗ് എന്ന് പറഞ്ഞ. നിങ്ങൾ ജസ്റ്റ് എസ് = 10⁻⁵ എന്നിട്ട് പഠിച്ചാൽ തെറ്റും. ഇവിടെ ഉള്ള 2s ആണ് ആരെന്ന് നമുക്ക് കിട്ടിയ കോൺസെൻട്രേഷൻ ആൻഡ് സോളിബിലിറ്റി എന്ന് കിട്ടിയ 10⁻⁵. അത്രയും OH മൈനസ് അയൺ, ഓരോ OH മൈനസ് അയണിന്റെ കോൺസെൻട്രേഷൻ അല്ല, അവിടെ ഉള്ള എല്ലാ OH മൈനസ് അയണിന്റെ കോൺസെൻട്രേഷൻ ആണ് 10⁻⁵. അത്രയും OH മൈനസ് അയണിന്റെ സോളിബിലിറ്റി സോളിബിൾ ആകുമ്പോഴാണല്ലോ നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതിലുള്ള ആളുടെ അളവല്ലേ. അപ്പൊ 10⁻⁵ മോളാണ് എവിടെ ഉള്ളത്? ആ സൊല്യൂഷനിലുള്ള OH മൈനസിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് 2s എന്ന് പറഞ്ഞത്. അപ്പൊ 2s ആണ് 10⁻⁵. അപ്പൊ s ആരാ? 10⁻⁵/2. അപ്പൊ സിംപ്ലി സോളിബിലിറ്റി കിട്ടി, കൊണ്ടുകൂടി. അപ്പൊ എസിന്റെ വാല്യൂ കിട്ടി. അതിന്റെ ഇവന്റെ അളവ് ഈക്വൽ ആയിരിക്കത്തില്ലേ? അപ്പൊ എസിന്റെ വാല്യൂ എന്ന് 10⁻⁵ റിലേഷനിൽ കൊണ്ടുപോട്. KSP = 4 × 10⁻⁵/2 the whole cube = 4 × 10⁻⁵ the whole cube എന്ന് പറയുമ്പോൾ 10⁻⁻15 അല്ലേ? by 2⁻⁵. ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പം = ഈ ഒരു 4ഉം ഇവിടുന്ന് ഒരു 2 സ്കോറും ക്യാൻസൽ ആയിപ്പോയി, ബാക്കി 2. അപ്പം 10⁻⁻15/2 എന്ന് വരും. അത് ഓപ്ഷൻ ഉണ്ടോ നോക്ക്. 10⁻⁻15/2 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഈ 1/2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാ? 1/2 എന്നാ 0.5. That is 0.5 × 10⁻⁻15 എന്നുണ്ട്. നിങ്ങൾക്ക് 0.5 × 10⁻⁻15 എന്നുണ്ട്. ഏതാണ്? ഓപ്ഷൻ 1. ഓപ്ഷൻ 1 is the right answer. 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? അപ്പൊ 0.5 × 10⁻⁻15 ആൻസർ ഉണ്ട്. അപ്പൊ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. പിടികിട്ടിയോ? ക്ലിയർ ആയോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? സിമ്പിൾ അല്ലേ? ഒരു കുഞ്ഞു കാര്യം ഇതിന്റെ കൺസെപ്റ്റ്. ഈ KSP റിലേഷൻ എടുക്കാൻ ഡൗട്ട് ഉള്ളവർക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു കോമ്പൗണ്ട്, ഇപ്പൊ വേറൊരു കോമ്പൗണ്ട് ഇതാണ് വിചാരിക്കുക. അലുമിനിയം AlOH ട്രൈസ്. ഇവന്റെ സോളിബിലിറ്റി പ്രോഡക്റ്റും നമ്മൾ റിലേഷൻ ഞാൻ പഠിപ്പിച്ചു തരാം. ഇവന്റെ KSP സോളിബിലിറ്റി പ്രോഡക്റ്റ് എസ്, അലുമിനിയം ആര്? എസ്. ഇതാരാ? 3s ആണ്. അപ്പൊ അലുമിനിയത്തിന്റെ എസ് ഇൻറ്റു ഇവന്റെ ആരാ? 3s എഴുതിയാൽ പോരാ, 3s⁻⁴ എത്ര ആൾക്കാർ? 3. ഇങ്ങനെ കൊടുക്കണം. ഇതാണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ. പിടികിട്ടിയോ? ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇപ്പൊ സപ്പോസ്
ഈ ഒരു ടൈപ്പ് സപ്പോസ് സിമ്പിൾ A2B4 എന്ന് വിചാരിക്കുക. റിലേഷൻ ഇങ്ങനെ A2B4 എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ഏതാണ് ഇത് 2s ആ, ഇതാ 4s. അപ്പൊ ഇതിന്റെ റിലേഷൻ KSP equal to പിന്നെ എങ്ങനെ എഴുതും? 2s raised to 2 into 4s raised to 4. ബാക്കി നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. ഇതാണ് റിലേഷൻ. പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ സോൾബിലിറ്റി പ്രോബ്ലത്തിന്റെ പ്രോബ്ലം സ്ഥിരം ചോദിക്കുക. ഇൻസേർട്ട് ടെക്സ്റ്റിൽ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം ഇൻസേർട്ട് ടെക്സ്റ്റിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, സിമ്പിൾ ആണ്, പഠിക്കുക കേട്ടോ. എക്സാമിന് പ്രതീക്ഷിക്കാം. നല്ല ക്വസ്റ്റ്യനാണ്. ഇത് സിമ്പിൾ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ 10⁻⁵/2 എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എടുക്കുന്നത് നിങ്ങൾ മൈൻഡിൽ പോകണം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നത് PH അല്ല POH ആണെന്ന് നിങ്ങൾ മൈൻഡിൽ വരണം കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The number of moles of hydrogen molecule required to produce simple question 20 moles of ammonia through Haber process. Haber process. അത് Haber process എന്താണ്? N2 plus 3H2 gives എല്ലാം ബാലൻസ് ചെയ്തൊക്കെ എഴുതാൻ പഠിക്കണേ. 2NH3 അല്ലേ? അത് ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് അമോണിയ കിട്ടി, ബാലൻസ് ചെയ്ത് പഠിക്കാം. നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസിന്റെ കേസ് ജനറലൈസ് ചെയ്യുക. ഇൻ ജനറൽ 1 mole ഓഫ്, ഇവിടെ 1 അല്ലേ, നൈട്രജൻ, 1 mole നൈട്രജനും 3 mole ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 mole അമോണിയ കിട്ടുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എത്രയാണ്ടാ? 20 mole അമോണിയ കിട്ടണമെങ്കിൽ 20 mole അമോണിയ 20 mole അമോണിയ കിട്ടണമെങ്കിൽ എത്ര ഹൈഡ്രജൻ ആവശ്യമുണ്ട്? X എന്ന് കൂട്, എന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യ്. എത്രയാ? 3 into 20 equal to x into 2. അവിടെ നിന്ന് x എന്ന് പറഞ്ഞാൽ ആരാ? 2 ഇങ്ങോട്ടോ. 3 into 20/2 60/2 30. That is x equal to ആരാ? 30 mole. അപ്പൊ എത്ര മോൾ ഹൈഡ്രജൻ വേണം? 30. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 3 3. പിടിയിട്ടില്ലേ? സിമ്പിൾ. ഈ റേഷ്യോ ആദ്യം ജനറലൈസ് ചെയ്തെടുക്കുക. പിന്നെ 20 മോൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര ഹൈഡ്രജൻ ആണ് കണ്ടുപിടിക്കുന്നവന് എക്സ് എന്ന് കൊടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ഓക്കെ, ഇത് എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ വി ആർ ഗോയിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണേ. ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ ദ കറക്റ്റ് ആൻസർ. ഒരു 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഐഡിയൽ സൊല്യൂഷന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഏതാണ്ടാ? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 അല്ലെ? ഓപ്ഷൻ 3 is the right answer. Why? For an ideal solution, ideal solutionന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്ടാ? ഡെൽറ്റ മിക്സ് H is equal to 0 ആയിരിക്കും. അതേപോലെ ഡെൽറ്റ മിക്സ് വോളിയം 0 ആയിരിക്കും. പിന്നെ എന്തൊക്കെ ഉണ്ട്? ഇനി 2 കാര്യം കൂടെ പഠിച്ചു വെക്കുക. ഡെൽറ്റ മിക്സ് എൻട്രോപ്പി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതേപോലെ തന്നെ ഡെൽറ്റ മിക്സ് ഗിബ്സ് എനർജി ലെസ് ദാൻ 0 ആയിരിക്കും. ഇനി എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷനും AB ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എവിടെ പഠിച്ചതാ? +2 നമ്മൾ പഠിച്ചില്ലേ സൊല്യൂഷൻ ചാപ്റ്ററിൽ. ഈ 4 കേസ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഒരു ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ എൻതാൽപ്പി ചേഞ്ച് 0 ആയിരിക്കും. ഓക്കെ, ബിഫോർ മിക്സിങ്, ആഫ്റ്റർ മിക്സിങ് വോളിയം ചേഞ്ച് 0 ആയിരിക്കും. എൻട്രോപ്പി ചേഞ്ച് എന്തായിരിക്കും? കൂടും. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഗിബ്സ് എനർജി കുറയും. ഓക്കെ, കാരണം ഗിബ്സ് എനർജി നെഗറ്റീവ് അല്ലെ സ്പോണ്ടേനിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മീനിങ്. പിടി കിട്ടിയോ? ഈ 4 പോയിന്റ് പഠിച്ചോ. ഇതിൽ ഈ പോയിന്റ് ആണ് അവിടെ ഓപ്ഷനിലുണ്ടായിരുന്ന. ഓപ്ഷൻ ഏതാ? 3. ഓക്കെ, പിടി കിട്ടിയല്ലോ. അത്രേ ഉള്ളൂ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഒറ്റയടിക്കും. 1 second ആൻസർ. 1 second വേണ്ട അല്ലേ? ക്വസ്റ്റ്യൻ കാണുക, കണ്ണ് ഓപ്ഷനിലോട്ട് പോകേണ്ട ടൈം. ചില ആൾക്കാർക്ക് 0.3 സെക്കൻഡോ 0.30 സെക്കൻഡോ മതി. 0.30 എന്ന് പറയുമ്പോൾ 0.30. ഓക്കെ, ഫൈൻ. ഫോർ എ സെൽ ഇൻവോൾവിംഗ് 1 ഇലക്ട്രോൺ, E0 സെൽ തന്നിട്ടുണ്ട്. അതൊക്കെ ചുമ്മാ 1 ഇലക്ട്രോൺ എന്നോ E0 സെൽ തന്നിട്ടുണ്ട്. എത്രയാ? 0.59 വോൾട്ട് അറ്റ് 298 കെൽവിൻ. ആയിക്കോട്ടെ, എടാ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാ. E0 സെൽ കണ്ടിട്ടുണ്ട്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമ്മൾ ജനറലി നമുക്കൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്ടാ? ഫോർ എ സെൽ ഇൻവോൾവിംഗ് 1 ഇലക്ട്രോൺ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. സാധാരണ ഈ സെല്ലിന്റെ റിലേഷൻ എന്താണ്? E cell equal to E0 cell minus 2.303 RT by NF into log K. ഇതാണ് ജനറൽ ഇക്വേഷൻ. K എന്ന് പറഞ്ഞാൽ ആരാ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്തെടുക്കും? അയോൺസിന്റെ ലോഗ്. ഇവിടെ നമുക്ക് എന്തെടുക്കാം? ജനറലി K ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ K ഇക്വിലിബ്രിയം എന്ന് പറയാം. അല്ലെങ്കിൽ ലോഗ് K എന്ന് പറഞ്ഞാൽ ജനറലി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ,
ഇത് അറ്റ് ഇക്വിലിബ്രിയം ആണെങ്കിൽ ഈ സെൽ എന്തായിരിക്കും? അറ്റ് ഇക്വിലിബ്രിയം ഈ സെൽ എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. ഓക്കെ, E0 സെൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് 0? E0 സെൽ എത്രയാ? 0.59 വോൾട്ട് മൈനസ് എടാ 2.303 R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് T 290 ഇതൊക്കെ കോൺസ്റ്റന്റ്. ഇത്രയും ആൾക്കാരുടെ വാല്യൂ കാണാതെ പഠിച്ചു വെക്കണം. ഇത്രയും ആൾക്കാരുടെ വാല്യൂ എത്രയാണ്? പോയിന്റ് ഇത്രയും ആൾക്കാർ 059. നമ്മൾ ഫാഡയുടെ ഒക്കെ വാല്യൂ കൊടുക്കണം. 96500 8.314 298 2.303 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? നിങ്ങൾക്ക് ഇതിൽ തന്നിട്ടുണ്ടെന്ന് കേട്ടോ. ഇതിൽ തന്നിട്ടുണ്ട് എത്രയാ? 0.059 വോൾട്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഗിവൺ ഡേറ്റ് ആണ്. തന്നിട്ടില്ലെങ്കിൽ ഈ ഒരു വാല്യൂ കാണാൻ പഠിക്കും എത്ര ആൾക്കാരുടെ. അപ്പൊ ഈ ഫോർമുലയ്ക്ക് ഒരു എന്തായിട്ട് മാറിയത് 0.059 ബൈ n. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഫോർ എ സെൽ ഇൻവോൾവിംഗ് 1 ഇലക്ട്രോൺ. അപ്പൊ എന്നിന്റെ വാല്യൂ എത്ര ഉണ്ടാവും? 1 ഇൻറ്റു ലോഗ് കെ. ഇവിടെ കിട്ടിയോ? ഈ പുള്ളിക്കാരെ ഇപ്പുറത്തോട്ടെ. അപ്പൊ എന്തായിട്ട് മാറി? 0.59 ഈക്വൽ ടു ബാക്കി ഇപ്പുറത്ത് ആരാ? അല്ലെങ്കിൽ ഇവനെ ഇപ്പുറത്ത് ഇത് ഇവിടെ കിടക്കട്ടെ. ഈ പുള്ളിക്കാർ ഇപ്പുറത്തോട്ടെ. അപ്പൊ ആരാ? 0.059 ലോഗ് കെ ഈക്വൽ ടു 0.59 വോൾട്ട്. അപ്പൊ ലോഗ് കെ എന്ന് പറഞ്ഞ ആരാ? മുകളിലോട്ട് മായ്ക്കുകയാണ്. അപ്പൊ ലോഗ് കെ എന്ന് പറഞ്ഞ ആരാ? ലോഗ് കെ ഈക്വൽ ടു 59 ഡിവൈഡഡ് ബൈ ഇത് ഇപ്പുറത്തോമ്പ് എന്താണ്? 0.059. എത്രയാണ് ആൻസർ? ലോഗ് കെ ഈക്വൽ ടു കെ. മുകളിലും താഴെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ കിട്ടി. ആൻസർ ഒന്ന് കിട്ടി. അല്ലെങ്കിൽ മനസ്സിലാകാത്തവർക്ക് എന്താ? മുകളിലും താഴെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിലും 1000 താഴെയും 1000. അപ്പൊ എന്ത് കിട്ടും ആൻസർ? 590 ബൈ എന്ന് വരുന്നവർക്ക് 59 എന്ന് വരും. ആൻസർ എത്രയാ? 10 അല്ലേ? ഇത് അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. മുകളിലും ഇവിടെ 3 പോയിന്റ് കഴിഞ്ഞ് 3 പ്ലേസ് ഇല്ലേ? അപ്പൊ ഇൻറ്റു 1000 അല്ലെങ്കിൽ 10⁻³ ഇൻറ്റു 1000. അപ്പൊ ഇതെന്ത് കിട്ടി? 590 ബൈ 59. അപ്പൊ എത്രയാ? 10. ആൻസർ എന്താണ്? ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്തെന്ന് കിട്ടി? ലോഗ് കെ ഈക്വൽ ടു 10 എന്ന് കിട്ടി. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉള്ള ഏത് ക്വാണ്ടിറ്റി വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ 10 എന്ന് കിട്ടുന്ന നേരത്തെ പറഞ്ഞില്ലേ? ലോഗ് 10⁻10 എന്ന് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യോടാ? 10 അടുത്ത് നേരെ ലോഗിന്റെ ഫ്രണ്ടിൽ ഇടും. അപ്പൊ എന്ത് വരും? 10 ലോഗ് 10 എന്ന് വരും. ലോഗ് 10ന്റെ വാല്യൂ 1. അപ്പൊ 10 × 1 എന്തായിട്ട് മാറി? 10. അപ്പൊ ഇവിടെ കെയുടെ വാല്യൂ എത്രയാണ്? 10⁻10. കെ ഈക്വൽ ടു 10⁻10. കിട്ടിയോ? അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു സിമ്പിൾ ആൻസർ വന്നാൽ ഇവിടെ കിടക്കുന്ന ആളിനെ അടുത്ത് ലോഗിന്റെ പവറിലും കൊടുത്താൽ അതിന്റെ ആയിരിക്കും ആൻസർ എന്ന് പറഞ്ഞു. ഇവിടെ ഏതാൾ കിടന്നോ അതിനടുത്ത് ലോഗിന്റെ 10ന്റെ പവറിൽ കൊടുക്കുക. ഇവിടെ ആര് വരുന്നോ അതിന്റെ 10ന്റെ പവർ കൊടുക്കുക. അതിന്റെ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി ആൻസർ. എല്ലാത്തിലും അങ്ങനെയല്ല. മോസ്റ്റ് പ്രോബ്ലി അതിന്റെ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ കിട്ടിയോ? ക്ലിയർ? അപ്പൊ ആൻസർ എന്താ? 10⁻10 ഓപ്ഷൻ ഉണ്ടോ നോക്കടാ. ഉണ്ട്. ഓപ്ഷൻ ഏതാണ്? എങ്ങനെ ഓപ്ഷൻ 3 1 × 10⁻10 നടക്കില്ലേ? അതിനാണ് ഇതെന്ന് പറഞ്ഞാൽ 10⁻10 ഓപ്ഷൻ 3. പിടിയിട്ടല്ലോ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് ചോദിക്കാം. ഓക്കെ എന്ന് പറയാൻ ജസ്റ്റ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിലേഷൻ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഞാൻ ജനറൽ ഇക്വേഷൻ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ ഈ സെൽ 0 എന്ന് എടുത്ത് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണോ. ചില ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് ലോഗ് കെ എന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഫോർമുലേറ്റും ചെയ്യാം. ഓക്കെ, അത് സിമ്പിൾ ആണ്. പഠിച്ചു നോക്കിയാ കേട്ടോ. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് കെ കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ് പഠിച്ചു നോക്കിയാ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എമംഗ് ദ ഫോളോയിങ് വൺ ഈസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തതാരെന്നാ ക്വസ്റ്റ്യൻ. നൈട്രസ് ഓക്സൈഡ്, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. മീഥേൻ, ഓഫ് കോഴ്സ് മീഥേൻ ഇസ് ആൾസോ എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഓസോൺ എക്സാക്ട്ലി ഏതാണ്? അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പൊ ആരാണ്? സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ് ഇസ് നോട്ട് എൻ എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓക്കെ, ഇനി ആരൊക്കെ വാട്ടർ വേപ്പർ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ വാട്ടർ വേപ്പർ ആരാണ്ട? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ ആരാണ്ട? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പൊ സൾഫർ ഡൈ ഓക്സൈഡ് ആരല്ല? ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. അപ്പൊ നമ്മൾ ആൻസർ ആരാണ്? സൾഫർ ഡൈ ഓക്സൈഡ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്ത എന്നാ ക്വസ്റ്റ്യൻ. സോ അവർ ആൻസർ ഈസ് ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ്. പിടിയോ? സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കണേ. ചാടി കയറി ചെയ്യരുത്. ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതെന്നാ ചോദിച്ചത്. അപ്പൊ ആരല്ല? സൾഫർ ഡൈ ഓക്സൈഡ് അല്ല. വാട്ടർ വേപ്പറൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? പിടിയോ? അപ്പൊ ഇങ്ങനെ പഠിക്കാം. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടുക. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പം എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ശരി. അപ്പം